മാഡം മന്ദാകിനി സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോയതല്ലേ? സാധനങ്ങളൊന്നും വാങ്ങിയില്ലേ? ഇതെന്താ? സഞ്ചി. ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? സാധനങ്ങൾ വാങ്ങേണ്ട സ്ഥലം മാർക്കറ്റ്, എന്റെ ഓഫീസിലല്ല. ഈ ഹോസ്റ്റലിലേക്ക് നക്കാപ്പിച്ച സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് പറ്റില്ല. പിന്നെ ആര് വാങ്ങും? പുറത്തൊരുത്തി കാറ്റും കൊണ്ട് ഫോണിൽ നോക്കി രസിച്ചിരിക്കുന്നുണ്ടല്ലോ, അമ്പിളി. അവൾക്കും പോയി വാങ്ങാലോ. അമ്പിളി സാധനങ്ങൾ വാങ്ങാൻ പോയാ സെക്യൂരിറ്റിയുടെ പണി മന്ദാകിനി ചെയ്യോ? എന്നാ പിന്നെ മന്ദാകിനി ചെന്ന് സെക്യൂരിറ്റിയുടെ പണി നോക്ക്. ഞാൻ അമ്പിളിയെ മാർക്കറ്റിലേക്ക് വിടാം. ഇവിടത്തെ സെക്യൂരിറ്റി പണിക്ക് എന്നെ കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ 3-4 റോഡ് വീലർ ഡോഗ്സിന് വാങ്ങുന്നുണ്ട്. അതിലൊരെണ്ണത്തിന് വിട്ടുതരാം സെക്യൂരിറ്റി ആയിട്ട്. മന്ദാകിനി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാഡം, ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയായിരുന്നു. ഇനി മുതൽ എന്നെ അങ്ങനെ കാണരുത്. അമ്മാതിരി ഭരണമൊന്നും എന്നോടിനി വേണ്ട. ദേ, ഇവളോട് മതി. മന്ദാകിനിക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, അതിന് ഇത്രയും പറയണോ? മാർക്കറ്റിൽ പോകാൻ പറഞ്ഞപ്പോ തലയും കുലുക്കി ബാഗും എടുത്ത് ഇറങ്ങിയതാണല്ലോ. പിന്നെ ഇപ്പൊ എന്താ ഒരു മനമാറ്റം? നിങ്ങളത് എന്നോട് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയായിരുന്നു. ഇപ്പോ ഞാൻ അതുക്കും മേലെയാ. പുറിഞ്ചിടിച്ചാ? നിങ്ങൾ മന്ദാകിനെ പറ്റി എന്താ കരുതിയത്? റീനാമേ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അയ്യോ, റീനാമയോ? അയ്യോ മാഡം, ഇതെന്തൊക്കെയാ പറയുന്നത് കണ്ടോ? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം.